UDFിൻ്റെ പുതിയ കൺവീനറെ പ്രഖ്യാപിച്ചപ്പോൾ പുതിയ നേതൃത്വത്തെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ എന്ന മുൻ KPCC അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ അത് കൃത്യമായും അടൂർ പ്രകാശിന് വലിയ കരുത്ത് നൽകുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ഒരു വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്ത് തന്നെയാണ് KPCC സംഘടന ചുമതല ഏൽക്കുന്ന കാര്യത്തിൽ AICC നേതൃത്വം ഏറ്റെടുത്തത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. നേരത്തെ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് കഴിയണം, അത്തരത്തിലായിരിക്കണം പ്രവർത്തന രീതി എന്നതാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതൊരു UDF നേതാവും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഏത് മണ്ഡലം തിരഞ്ഞെടുത്താലും അവിടെ ജയിച്ചാൽ പിന്നെ ആ സ്ഥലം വിട്ടുകൊടുക്കാതെ ഏത് പ്രതികൂല സാഹചര്യത്തിലും മണ്ഡലത്തിൽ ജയിച്ചു വരുന്ന പതിവാണുള്ളത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കോന്നി മണ്ഡലം. ഇന്നേ വരെ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് നന്നായി അറിയുന്ന വ്യക്തി. 1996 മുതൽ 2016 വരെ തുടർച്ചയായാണ് കോന്നി നിയോജക മണ്ഡലത്തെ പ്രതികരിച്ചത്. ഏറ്റവും പ്രതികൂലമായി പാർട്ടിയിലുള്ളവർ വരെ തിരിഞ്ഞു നിന്ന സമയത്ത് പോലും അടൂർ പ്രകാശ് 2016 കോന്നിയിൽ 20,700 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ജയിച്ചത് ചില്ലറ കാര്യമല്ലെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. താനും അടൂർ പ്രകാശും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത വേളയിലാണ് കോന്നിയിലും വട്ടിയൂർക്കാവിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടെയാണ് CPIM മുതലെടുപ്പ് നടത്തിയത്. വാസ്തവത്തിൽ ആ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിലും, അതായത് ഉപതെരഞ്ഞെടുപ്പിലൂടെ വടകര കെ മുരളീധരൻ നിലനിർത്തി, ആറ്റിങ്ങലാണെങ്കിൽ അട്ടിമറി ജയത്തിലൂടെ 38,700-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ അടൂർ പ്രകാശ് ജയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹം കൃത്യമായി UDF കൺവീനർ ആയത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഗുണം ചെയ്യും. പ്രത്യേകിച്ചും RSP പോലുള്ള സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ ജയിച്ചെടുക്കാനുള്ള പല വിദ്യകളും അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജിയും അടൂർ പ്രകാശിൻ്റെ കയ്യിലുണ്ട് എന്നതുകൂടി തോളിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾക്കെല്ലാം പ്രാധാന്യം നൽകുന്നുണ്ട്. CPIM പോലൊരു സംഘടനാ രീതിയല്ല UDFിൽ കോൺഗ്രസ് സമീപിച്ചു വരുന്നത്. മറ്റുള്ള പാർട്ടികൾക്ക് മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി എല്ലാ രീതിയിലുള്ള അവകാശവുമുണ്ട്. UDFിൻ്റെ പൊതുയോഗങ്ങളിൽ MLA പ്രാതിനിധ്യം ഇല്ലാത്തവർക്ക് പോലും, അതായത് നിയമസഭാ പ്രാതിനിധ്യം ഇല്ലാത്തവർക്ക് പോലും സംഘടനാ കാര്യത്തിൽ വലിയ രീതിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് കോൺഗ്രസിൻ്റെ മുഖമുദ്ര തന്നെയാണെന്ന് കെ മുരളീധരൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അടൂർ പ്രകാശിനെ വാനോളം പുകഴ്ത്തി എന്ന് മാത്രമല്ല, പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കെ മുരളീധരൻ പരിപൂർണ തൃപ്തനാണെന്നും കെ സുധാകരന് കൃത്യമായ അക്കോമഡേഷനാണ് നൽകിയതെന്നും മുരളീധരൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്.